അതായത് ഈ കുക്കുംബർ ആയാലും വെള്ളരിക്കയായാലും പൊട്ടുവെള്ളരിക്കയായാലും കുമ്പളങ്ങയായാലും തണ്ണിമത്തനായാലും ഒക്കെ ഒരേ ഫാമിലിയിൽ പെട്ട സംഗതിയാണ്, ഒരേ സ്വഭാവക്കാരാ. അപ്പൊ ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ വിവരിക്കാൻ പോകുന്നത് കുക്കുംബറിനെ പറ്റിയിട്ടാണ്. ഇത് നമുക്ക് ശരീരഭാരം കുറയ്ക്കാനായിട്ട് എങ്ങനെയാ തയ്യാറാക്കേണ്ടത് എന്നുള്ള ഒരു ഫോർമുലയും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കാട്ടോ. ഓക്കെ, അതായത് കുക്കുംബറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ശീതവീര്യമാണ്. ഒരു ആയുർവേദ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ ശീതവീര്യമാണ്. ആധുനിക പഠനങ്ങൾ അനുസരിച്ച് ഒരുപാട് ഗുണങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊന്നായിട്ട് പറഞ്ഞുതരാം. അതായത് ഇതിൽ ധാരാളം ജലാംശം അടങ്ങിയിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. ശരീരത്തിൽ ജലാംശം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത, ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കണമെങ്കിൽ അതിൽ ധാരാളം ജലാംശം ശരീരത്തിന് ആവശ്യമാണ്. അപ്പൊ ജല ബാഷ്പീകരണം, ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഈ കുക്കുംബർ കൂടുതലായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. അതായത് കൂടുതൽ ചൂടുള്ള പ്രദേശങ്ങളിൽ പുറത്തൊക്കെ ജോലി ചെയ്യുന്നവര് അവർക്ക് ശരീരത്തിൽ ഈ ഡീഹൈഡ്രേഷൻ ജലാംശം കുറയുന്ന ഒരു പതിവുണ്ട്. ഓക്കെ, അതായത് കൂടുതൽ വെള്ളം കുടിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. ആ സമയത്തും നമുക്ക് ഈ കുക്കുംബറിനെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമാണ് കുക്കുംബർ. ഓക്കെ, അപ്പൊ അത് ഒന്നാമത്തെ കാര്യം. ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്, ഫൈബർ റിച്ച് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വിശപ്പിനെ നിയന്ത്രിക്കുന്നതിന് സഹായകരമാവുന്നുണ്ട്. വയറ് നിറഞ്ഞ് പോലെ തോന്നും ഇത് കഴിച്ചു കഴിഞ്ഞാൽ. അതാണ് ഒരു സംഗതി. ഇനി അടുത്തതായിട്ട് മറ്റൊരു സംഗതി, ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ആന്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. കലോറി വാല്യൂ കുറവാണ്. അതുകൊണ്ടൊക്കെയാണ് അത് വെയിറ്റ് കുറയാനായിട്ട് സഹായകരമാവെന്ന് പറയുന്നത്. ഓക്കെ, അത് പറഞ്ഞുതരാം. അപ്പൊ ഇതിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ കെ ഉണ്ട്. പിന്നെ മിനറൽസ് പറയുകയാണെങ്കിൽ പൊട്ടാസ്യവും മഗ്നീഷ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഈ ആന്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ രക്തചംക്രമണ വ്യൂഹത്തിൽ കടന്നുകൂടുന്ന ഫ്രീ റാഡിക്കൽസ് എന്ന് വിളിക്കുന്ന വിഷകണികകളെ നിർവീര്യമാക്കുന്നതിന് ഇത് സഹായകരമാകുന്നുണ്ട്. അങ്ങനെയാണ് ഈ രക്തശുദ്ധി വരുത്തുന്നതും അതുവഴി ത്വക്കിന് പ്രസാദം ഉണ്ടാകുന്നതിനൊക്കെ സഹായിക്കുന്നത്. ആ ചർമ്മത്തിന്റെ ആ സ്വാഭാവിക നിറം വീണ്ടെടുക്കുന്നതിന് നിലനിർത്തുന്നതിന് ഒക്കെ സഹായകരമാവും ഇത് കൂടുതലായിട്ട് കുക്കുംബർ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന്റെ ചർമ്മ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള കൊളാജൻ അതിന്റെ ഉൽപാദനത്തിന് സഹായകരമാകുന്ന ഘടകമാണ് സിലിക്ക. അത് ഇതിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചർമ്മ സംരക്ഷണത്തിനും നഖങ്ങളുടെയും മുടിയുടെയും ഒക്കെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടതായ ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ ചർമ്മത്തിനും നഖത്തിനും മുടിക്കും നല്ലതാണ്. പിന്നെ ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്നു. ധാരാളം നാരുകൾ അടങ്ങിയിട്ട് കലോറി വാല്യൂ കുറവാണ് എന്നുള്ളതുകൊണ്ട് വിശപ്പിനെ നിയന്ത്രിച്ചു നിർത്താനായിട്ട് സഹായകരമാവും. അപ്പൊ അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവര് ഇത് കഴിക്കുകയാണെങ്കിൽ വയറ് നിറഞ്ഞു നിൽക്കും. എന്നാൽ നമുക്ക് ശരീരത്തിൽ ജലാംശം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ചർമ്മത്തിന് നിങ്ങളെ ചുളിവുകൾ, പാടുകൾ, ശരീരഭാരം കുറയ്ക്കുന്നതിന് ഭാഗമായിട്ട് നിങ്ങൾ ഭക്ഷണം നിയന്ത്രിക്കുമ്പോൾ നമുക്ക് ശരീരത്തിലെ ഒരു ഡ്രൈനെസ്സും ചുളിവുകളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുണ്ടാകില്ല നമ്മൾ കുക്കുംബറാണ് കൂടുതൽ കഴിക്കണമെങ്കിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ ചർമ്മ സംരക്ഷണത്തിനും മുടിയുടെയും നഖത്തിന്റെയും ആരോഗ്യത്തിനും കൂടെ സഹായകരമാണ്. ഇനി നമുക്ക് ഇതിൽ പൊട്ടാസ്യം കണ്ടന്റ് ഉള്ളതുകൊണ്ട് ബിപിനെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യത്തിനും സഹായകരമാവുന്നുണ്ടെന്ന് പറയാം. പിന്നെ നമുക്ക് ഇത് കഴിക്കുക വഴി ഡയബറ്റീസ് കൂടില്ല. ഷുഗർ, പ്രമേഹം ഉള്ളവരാണെങ്കിൽ അത് കൂടില്ല. പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് പോലും സഹായകരമാവുന്നുണ്ട്. അപ്പൊ പ്രമേഹത്തിന് പറ്റും, ബ്ലഡ് പ്രഷറിന് പറ്റും, ശരീരഭാരം കുറയ്ക്കാനായിട്ട് സാധിക്കും, ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്, ചർമ്മ സംരക്ഷണത്തിന് നല്ലതാണ്, നഖത്തിന്റെയും മുടിയുടെയും ആരോഗ്യത്തിന് നല്ലതാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഇത് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കഴിച്ചു കഴിയുമ്പോൾ ധാരാളം നാരുകൾ അടങ്ങിയിട്ട് കലോറി വാല്യൂ വളരെ കുറവാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് മറ്റൊരു ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള നിങ്ങളുടെ വിശപ്പിനെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് ഒക്കെ സഹായകരമാവും ഇത് കഴിച്ചു കഴിഞ്ഞാൽ. ഇത് ഉപയോഗിച്ച് കുക്കുംബർ ഉപയോഗിച്ച് ഒരു ജ്യൂസ് തയ്യാറാക്കുന്ന ഇതൊക്കെ പറയാം, ശ്രദ്ധിച്ച് കേൾക്കും. ഓക്കെ, അപ്പൊ അതിനേക്കാൾ ഉപരി ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഈ കോൺസ്റ്റിപ്പേഷൻ, പൈൽസ്, മലബന്ധം ഇത്തരം പ്രശ്നങ്ങളുള്ളവർക്ക് സുഖമായിട്ടുള്ള ശോധന നിത്യേന ലഭിക്കുന്നതിന്, മലശോധന കൃത്യമായിട്ട് നടക്കുന്നതിനും സഹായകരമാവും ഈ നാരുകൾ ജലാംശവും കൂടുതൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ട്. ആ രീതിയിലും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ വൈറ്റമിൻസും മിനറൽസും ആന്റി ഓക്സിഡൻസും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി നിലനിർത്തുന്നതിനും ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതിന് പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിൽ അടങ്ങിയിട്ടുള്ള മറ്റൊരു ഘടകമാണ് ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന വീക്കത്തെ ഇല്ലാതാക്കുന്നതിന് സഹായകരമാവുന്നുണ്ട്. അതായത് ഭക്ഷണത്തിലൂടെയും തെറ്റായ ജീവിത രീതി വഴിയൊക്കെ നമ്മുടെ ശരീരത്തില് നിത്യജീവിതത്തില് പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻ, അതായത് ഒരു നീർക്കെട്ട് ഫോംഡ് ആവുന്നുണ്ട്. അതിപ്പോ തെറ്റായ ഭക്ഷണ രീതിയാവാം, തെറ്റായ ജീവിത രീതിയാവാം, പല കാരണങ്ങൾ കൊണ്ടും വരാം. അപ്പൊ ആ നീർക്കെട്ടിനെ ഇല്ലാതാക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ രീതിയിൽ നിങ്ങളുടെ ശരീരത്തിൽ ഏൽക്കുന്ന നീർക്കെട്ട് വർദ്ധിച്ചു കുമിഞ്ഞു കൂടുമ്പോഴാണ് മറ്റു പല രോഗാവസ്ഥകളായിട്ട് മാറുന്നത്. അപ്പൊ അത് ആരംഭഘട്ടത്തിൽ തന്നെ അതിനെ കുറച്ച് അതിനെ നിർവീര്യമാക്കുന്നതിന് സഹായകരമാവുന്ന ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ടെന്ന് അർത്ഥം. ആ രീതിയിലും ഇത് ഗുണകരമാവും. പിന്നെ ധാരാളം നാരുകൾ അടങ്ങി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ദഹന പ്രക്രിയ ത്വരിതപ്പെടുത്തുന്നതിന് സഹായകരമാവുന്നുണ്ട്. ദഹനം ശരിയാവണ്ണം നടക്കുന്നതിന് ഈ നാരുകൾ സഹായകരമാവും. നേരത്തെ പറഞ്ഞല്ലോ പ്രമേഹ രോഗികൾക്ക് സേഫ് ആയിട്ട് കഴിക്കാന്ന് പറഞ്ഞല്ലോ. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഷുഗറിനെ നിയന്ത്രിച്ച് നിർത്തുന്നതിന്, രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ ക്രമീകരിച്ച് നിർത്തുന്നതിന് സഹായകരമായ ഘടകങ്ങൾ കുക്കുംബറിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട മറ്റൊരു സംഗതിയാണ് ഇതിൽ ആൽക്കലൈൻ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ക്ഷാരഗുണം ഉള്ളതുകൊണ്ട് നമുക്ക് ഈ അസിഡിറ്റി ഉള്ളവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റിയെ നിയന്ത്രിച്ച് നിർത്തുന്നതിനും സഹായകരമാവുന്നുണ്ട്. അസിഡിറ്റിയും ഗ്യാസ് ട്രബിളും നെഞ്ചരിച്ചിലും പൊളിച്ചേട്ടലൊക്കെ ഇപ്പൊ സ്ഥിരം പ്രശ്നമാണ് ഒരുപാട് പേരുടെ. അത്തരക്കാർക്ക് ഇത് ശ്രമിച്ചു നോക്കാവുന്നതാണ്. കുക്കുംബർ ജ്യൂസ് കഴിച്ചു നോക്കാവുന്നതാണ്. അതായത് ശരീരത്തിലെ pH വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, ബാലൻസ് ചെയ്യുന്നതിനായിട്ട് സഹായകരമായ ഘടകങ്ങൾ ഉള്ളതുകൊണ്ട് അസിഡിറ്റി നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായകരമാവുന്നു. ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെന്ന്
പറഞ്ഞെന്ന് വെച്ചിട്ട് ഇത് മാത്രം കുക്കുംബർ മാത്രം കഴിച്ച് ജീവിക്കാന്ന് വിചാരിക്കരുത് കേട്ടോ. കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മറ്റ് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും മറ്റു ഘടകങ്ങളും ഒക്കെ ആവശ്യമായതിനെ ലഭിക്കുന്നതിനായിട്ട് എല്ലാ ഭക്ഷണങ്ങളും സംയുക്തമായിട്ട് കഴിക്കേണ്ടതാണ്. നമ്മൾ ആയുർവേദ ശാസ്ത്രത്തിലും പറയുന്നുണ്ടല്ലോ 6 രസങ്ങളും കഴിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്. ഇനി നിങ്ങൾ കാത്തിരുന്ന പോലെ വെയിറ്റ് കുറയാനായിട്ട് ഇത് എങ്ങനെ സഹായിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, കലോറി വാല്യൂ കുറവാണ്, നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്, അതുപോലെ ചർമ്മ സംരക്ഷണത്തിന് സഹായകരമാകുന്നു, ധാരാളം ആന്റി ഓക്സിഡന്റ്സ് ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു ഫുൾനെസ് തോന്നും, നല്ല ദഹനം നടക്കും, നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പിനെ ദഹിപ്പിച്ച് കളയുന്നതിന് സഹായകരമാകുന്നുണ്ട്. ഈ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഈ അമിത ശരീരഭാരം കൂടി വരുന്ന എന്തുകൊണ്ടാണ്? ധാരാളം ആവശ്യത്തിലധികം അമിതമായ കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞുകൂടി കെട്ടിക്കിടക്കുന്നുണ്ടാണ്. അപ്പൊ അതിനെ ദഹിപ്പിച്ച് കളയാനായിട്ട് പോലും സഹായകരമാകും നാരുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള കുക്കുംബർ ധാരാളമായിട്ട് കഴിക്കുന്നത്. അപ്പോൾ വിശപ്പില്ലാതെ വിശപ്പിനെ നിയന്ത്രിക്കാൻ പറ്റും. എന്നാൽ അതുകൊണ്ട് ഒരു ക്ഷീണവും തളർച്ചയൊന്നും തോന്നൂല, ചർമ്മത്തിന് ചുളിവും വരില്ല. അതന്നെ ഒരു ചുരുക്കത്തിൽ പറഞ്ഞ കാര്യം. ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ജലാംശം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് എങ്ങനെ കഴിക്കേണ്ടതെന്നും ഒക്കെ പറഞ്ഞുതരാം. ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ, അതുപോലെ ഇത് ശരീരഭാരം നിയന്ത്രിക്കുന്നതിന് നിങ്ങൾ എന്തെങ്കിലും ജ്യൂസുകളൊക്കെ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ തയ്യാറാക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനാദ്യമായിട്ട് ഈ കുക്കുംബറിന് ഇപ്പൊ നമ്മൾ വാങ്ങുമ്പോൾ നിങ്ങളിപ്പോ എല്ലാവരും നട്ടു വളർത്തിക്കൊള്ളുന്നില്ലോ. അപ്പൊ വാങ്ങുകയാണെങ്കിൽ അതിലെന്തെങ്കിലും കീടനാശിനികളോ അല്ലെങ്കിൽ അതിന്റെ തിളക്കത്തിനൊക്കെ ആയിട്ട് ഈ പാരഫിൻ വാക്സിലൊക്കെ പല ഫ്രൂട്ട്സും മുക്കിയെടുത്തിട്ടൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെന്നാ പറയുന്നത്. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പോകാനായിട്ട് ആദ്യം തന്നെ ഇച്ചിരി ഉപ്പും ഇച്ചിരി മഞ്ഞളൂട്ട് വെള്ളത്തിൽ കഴുകി കുറച്ചു നേരം ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് അതിന്റെ തൊലി സ്കിൻ അങ്ങ് പീൽ ചെയ്ത് കളയുക, തൊലി എത്തിക്കളയാം. ഓക്കെ, അപ്പൊ പിന്നെ സേഫ് ആയില്ല, അത്രയും ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു കിട്ടുന്ന അർത്ഥം. ഓക്കെ, എന്നിട്ട് അത് കുനുകുനാന്ന് അരിഞ്ഞ് മിക്സിയിൽ ഇട്ട് അങ്ങോട്ട് അടിച്ച് കഴിക്കാം. ഇനി അതല്ലെങ്കിൽ ചവച്ചരച്ച് കഴിച്ചാലും മതി. മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ജ്യൂസ് പോലെ ആക്കിയിട്ട് അരിച്ചെടുത്ത് കഴിക്കാലോ, അങ്ങനെയും ഉപയോഗിക്കാവുന്നതാണ്. പലർക്കും അതിന്റെ രുചി അങ്ങനെ ഇഷ്ടപ്പെട്ടോളുന്നില്ല, രുചികേടൊന്നും ഇല്ല കേട്ടോ. ഇനി അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് സംശയിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അത് ഒന്നും കൂടി രുചിപ്രദമാക്കാനായിട്ട് നമുക്ക് അതിൽ പല സംഗതികളും ചേർക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ഗുണം ഒന്നും കൂടി ഫോർട്ടിഫൈ ചെയ്യാനായിട്ട് സഹായിക്കും. അതെന്തൊക്കെയാണെന്നറിയോ? നമുക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാട്ടോ. ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യമായതും ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള സംഗതികൾ ചേർക്കാം. നമുക്ക് പൊതുവെ ചേർക്കാവുന്ന സംഗതികൾ കുക്കുംബർ ഇതുപോലെ കഴുകി തൊലി എത്തിയതെടുക്കുക, അരിഞ്ഞെടുക്കുക, എന്നിട്ട് അതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർക്കാം, അതല്ലെങ്കിൽ മിന്റ് ലീഫ് ചേർക്കാം. ഇനി ഒരു കഷ്ണം ഇഞ്ചി ചേർക്കാം. ഇഞ്ചിക്കൊക്കെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, ദഹനം ത്വരിതപ്പെടുത്തുകയും ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്തിരി ശീതവീര്യ ആയതുകൊണ്ട് ചിലപ്പോൾ ദഹനക്കുറവുള്ളവർക്ക്, ആമാവസ്ഥയുള്ളവർക്ക്, കഫം അമിതമായിട്ട് വർദ്ധിച്ചിരിക്കുന്നവർക്ക്, അഗ്നിമാന്ദ്യ ഉള്ളവരൊക്കെ ആണെങ്കിൽ ശരിക്കും ദഹിച്ചു എന്ന് വരില്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മിന്റ് ലീഫും അതുപോലെ ചെറുനാരങ്ങയും ഒരു കഷ്ണം ഇഞ്ചിയും ഒക്കെ ചേർക്കുന്നത് അത് ശരിയാവണം ദഹിച്ച് ആഗിരണം ചെയ്യുന്നതിനും അതുപോലെ നിങ്ങൾക്ക് കഴിക്കാൻ രുചിപ്രദമാവുന്നതിനും സഹായകരമാവും. ഇനി നമുക്ക് ചർമ്മ സംരക്ഷണവും കൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിലല്പം കറ്റാർവാഴ ജെല്ല് ചേർക്കാം. കറ്റാർവാഴ ജെല്ല് വാങ്ങിയതൊന്നും വേണ്ട, നിങ്ങൾ വീടുകളിൽ നട്ടു വളർത്തിയിട്ട് അതിന്റെ പോള പൊളിച്ചെടുത്തിട്ട് അത് ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്തെടുക്കുക. ആ ജെല്ലും കൂടെ ഒരു ടീസ്പൂണും കൂടെ ഇതിൽ ചേർക്കാൻ നടത്താം. അതായത് ഈ കുക്കുംബർ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ ഈ ചെറുനാരങ്ങ നീരും ഇഞ്ചി കഷ്ണവും മിന്റ് ലീഫും ഇട്ട് അല്പം വെള്ളവും വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് ജ്യൂസ് അടിക്കുമല്ലോ, അപ്പൊ അതിലേക്ക് ഈ കറ്റാർവാഴ പോള പൊളിച്ചെടുത്തിട്ട് അതൊന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കുന്ന ആ ജെല്ലും കൂടെ ഒരു ടീസ്പൂണോ 2 സ്പൂണോ ചേർക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അടിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ വെയിറ്റ് കുറയാനും ഷുഗർ നിയന്ത്രിക്കാനും വിശപ്പ് കുറയാനും ഒക്കെ ആയിട്ട് കഴിക്കുമ്പോൾ ദയവ് ചെയ്തതിൽ മധുരം ചേർക്കരുത്, പഞ്ചസാര ചേർക്കരുത്. ആ രീതിയിൽ തന്നെ കഴിക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും മധുരത്തിനായിട്ട് ചേർത്തേ പറ്റൂ എന്നുള്ളവരാണെങ്കിൽ തേൻ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, തേൻ അത്ര കുഴപ്പമുണ്ടാവില്ല. അതായത് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ അതിനുണ്ട്, ശരീരഭാരം കുറയുന്നതിനും സഹായിക്കും. പക്ഷെ മധുരരസം പൊതുവെ അങ്ങോട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത്. നിർബന്ധമുള്ളവർ തേൻ ചേർത്തോ ഒരിക്കലും പഞ്ചസാര ഇതിൽ ചേർത്ത് ഉപയോഗിക്കരുത്. അപകടമൊന്നും ഉണ്ടായിട്ടില്ല, അതിന്റെ ഗുണം ഇല്ലാതെ പോകും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ജ്യൂസ് അടിച്ച് കഴിക്കാം. ഇതിപ്പോ നിങ്ങൾക്ക് ഇഞ്ചിയും മിന്റ് ലീഫും ചെറുനാരങ്ങയും കറ്റാർവാഴ ജെല്ലിയും എല്ലാം കൂടി ചേർത്തോണമെന്നില്ല. ഏതൊക്കെയാ ലഭിക്കണമെന്ന് വെച്ചാൽ അത് ചേർക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചും രുചിക്കനുസരിച്ചും നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. അപ്പൊ ഇത്തരം വീഡിയോകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, ഇനി ഇത്തരം വീഡിയോകൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്, എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഞാൻ ഡോക്ടർ സൈബർ, നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.